ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബിസിനസ് 360 എങ്ങനെ നമുക്ക് പേയ്മെന്റ് ഓപ്ഷൻസ് യൂസ് ചെയ്യാം, എന്തൊക്കെ ഫീച്ചേഴ്സ് അതിനകത്തുണ്ട്, എങ്ങനെ നമുക്ക് പ്രൊപ്പോസൽസ് ക്രിയേറ്റ് ചെയ്യാം, ഇൻവോയ്സസ് ക്രിയേറ്റ് ചെയ്യാം, പേയ്മെന്റ് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാം, പേയ്മെന്റ്സ് മാനേജ് ചെയ്യാം, പ്രൊഡക്ട്സ് ആഡ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ കാണുകയാണ്. സോ ഐ ഷെയർ മൈ സ്ക്രീൻ. സോ again, Business 360 is one of the best platform for managing an entire business. Every day പുതിയ പുതിയ ഫീച്ചേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, വളരെ ഫങ്ഷണൽ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിന്റെ ഒരു വെർച്വൽ ഓഫീസിൽ നിന്നോ വെർച്വൽ ബാക്ക് എൻഡിൽ നിന്നോ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് മാനേജിങ് പ്ലാറ്റ്ഫോം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ദിസ് ഈസ് ഗോയിങ് ടു ബി യുവർ ഓവറോൾ ബിസിനസ് മാനേജ്മെന്റ് സൊല്യൂഷൻ. ഓക്കെ, നൗ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് നമ്മളിപ്പോ കണക്ട് ചെയ്യുന്നത് stripe.com എന്ന് പറയുന്ന പേയ്മെന്റ് ഗേറ്റ് വേ വെച്ചിട്ടാണ് ഇതിനകത്ത് പേയ്മെന്റ് സൊല്യൂഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ സ്ട്രൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേയ്മെന്റ് ഗേറ്റ് വേ ആണ്. പേയ്മെന്റ് ഗേറ്റ് വേയുടെ പർപ്പസ് ഒരു മെർച്ചന്റിന് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് പേയ്മെന്റ് കളക്ട് ചെയ്യാനുള്ള ഒരു ഗേറ്റ് വേ, അതാണ് പേയ്മെന്റ് ഗേറ്റ് വേ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോംസ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലീഗലായിട്ട് ഒഫീഷ്യലായിട്ട് ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗേറ്റ് വേസ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലോചിക്കും, ഇപ്പൊ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, നമുക്ക് ഡയറക്റ്റ് പേയ്മെന്റ് കളക്ട് ചെയ്തുകൂടെ? ഈ പേയ്മെന്റ് കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ആളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പേയ്മെന്റ് ട്രാൻസ്ഫർ നടത്തുകയാണ് ടെക്നിക്കലി നടക്കുന്നത്. അപ്പൊ അത് നമ്മുടെ കയ്യിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുക്കുന്ന പോലെയല്ല. അപ്പൊ അത് വളരെ സെക്യൂർഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് അല്ല അതിന്റെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേയ്മെന്റ് ഗേറ്റ് വേസ് ഇല്ല, നമ്പേഴ്സ് വളരെ ലിമിറ്റഡ് ആണ് ഗ്ലോബൽ മാർക്കറ്റിൽ നോക്കിയാൽ തന്നെ. അപ്പൊ ഈ പേയ്മെന്റ് ഗേറ്റ് വേ എല്ലാം ചെയ്യുന്നത് വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ട് വളരെ ഒതന്റിക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് പേയ്മെന്റ് ഗേറ്റ് വേ. അപ്പൊ അതിനകത്ത് വേൾഡില് വൺ ഓഫ് ദി ബെസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് സ്ട്രൈപ്പ്. വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് യൂസ്ഡ്, വൺ ഓഫ് ദി മീൻസ് ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ്. ഓക്കെ, സോ ആ സ്ട്രൈപ്പ് ആണ് നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രൈപ്പ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പേയ്മെന്റ് ഗേറ്റ് വേ ഒരു ചാർജ് കട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പൊതുവെ എല്ലാ ട്രാൻസാക്ഷൻസിലും പേയ്മെന്റ് ഗേറ്റ് വേക്ക് ഒരു ചാർജ് ഉണ്ട്. സോ സ്ട്രൈപ്പ് ചാർജ് ചെയ്യുന്നത് 2.5% ആണ്. ഐ തിങ്ക് 2% or 2.5% ആണ് സ്ട്രൈപ്പ് പേയ്മെന്റ് ഗേറ്റ് വേ ചാർജസ് ഇൻ ഇന്ത്യ. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. Pricing and transactions fees 2 point transaction fees 2.9%. 2%. ഓക്കെ, 2% ആണ് ഇന്ത്യയിലെ കാർഡുകൾ യൂസ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ്. 2% ആണ്. ഇന്ത്യക്ക് പുറത്തുള്ള കാർഡുകൾ യൂസ് ചെയ്യുമ്പോൾ വരുന്ന 3% ആണ്. ഇത് സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ്. നമ്മൾ റേസർ പേ എടുത്തു കഴിഞ്ഞാലും ഇൻസ്റ്റാമോജോ ഒക്കെ എടുത്തു കഴിഞ്ഞാലും ഒരുവിധം എല്ലാ പേയ്മെന്റ് ഗേറ്റ്വേസിന്റെയും ഒരു സ്റ്റാൻഡേർഡ് പ്രൈസിങ് 2% ആണ്. ഓക്കെ, സോ ആ കോസ്റ്റ് തന്നെ നമുക്ക് സ്ട്രൈപ്പ് യൂസ് ചെയ്യുമ്പോഴും വരുന്നുള്ളൂ. പിന്നെ സ്ട്രൈപ്പ് വഴി വരുന്ന പേയ്മെന്റ് നമ്മുടെ അക്കൗണ്ട്സിലേക്ക്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സെറ്റിൽ ആവാനായിട്ട് ഇറ്റ് വിൽ ടേക്ക് 5 വർക്കിംഗ് ഡേയ്സ്. ഓക്കെ, 5 വർക്കിംഗ് ഡേയ്സിലാണ് നമ്മൾ സ്ട്രൈപ്പിൽ കളക്ട് ചെയ്യുന്ന പേയ്മെന്റ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. 2% കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് 2% സ്ട്രൈപ്പ് എടുത്തിട്ട് ബാലൻസ് എമൗണ്ട് ആണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്ട്രൈപ്പിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ് ഫ്രണ്ട് കോസ്റ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ വരുമ്പോൾ മാത്രമേ കോസ്റ്റ് വരുന്നുള്ളൂ. സൈൻ ഇനിൽ പോയിട്ട് യു ക്യാൻ കോണ്ടാക്ട്, സ്റ്റാർട്ട് നൗ, യു ക്യാൻ സൈൻ അപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ കമ്പനി ഫോർമേഷൻ അനുസരിച്ചിട്ട്, അത് LLP ആണോ, ഇൻഡിവിജ്വൽ ആണോ, പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ, അതിനനുസരിച്ച് അവർ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ആക്ടിവേറ്റഡ്. ഓക്കെ, സോ സ്ട്രൈപ്പിന്റെ
ഹെയറാർക്കി ഫോർ മാനേജ്മെന്റ് ഹെയറാർക്കി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന് ഒരു അക്കൗണ്ട്. ഇപ്പൊ ഞാൻ സ്ട്രൈപ്പ് യൂസ് ചെയ്യാനായിട്ട് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് മൾട്ടിപ്പിൾ കമ്പനീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എൻ്റെ ഒരു സ്ട്രൈപ്പ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ സ്ട്രൈപ്പ് അക്കൗണ്ടിനകത്ത് മൾട്ടിപ്പിൾ കമ്പനീസ് പോസിബിൾ ആണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു വ്യക്തിയുടെ അക്കൗണ്ട് ഒരു കമ്പനിയുടെ അക്കൗണ്ടുമായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. എൻ്റെ പേഴ്സണൽ ലോഗിൻ ക്രെഡൻഷ്യൽസ് വെച്ച് ഞാൻ ജോയിൻ ചെയ്യുന്നത് എൻ്റെ അക്കൗണ്ടും, ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ഏത് കമ്പനിയാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതെനിക്ക് അവിടെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന ഡാഷ്ബോർഡ് ആ കമ്പനിയുടെ ഡാഷ്ബോർഡുമാണ്. എനിക്ക് മൾട്ടിപ്പിൾ കമ്പനീസ് ക്രിയേറ്റ് ചെയ്യാം. എന്നുവെച്ചാൽ ഏത് യൂസർക്കും മൾട്ടിപ്പിൾ കമ്പനീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് പല പല ഫോർമാറ്റിലാക്കാം. ചിലത് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരിക്കാം, ചിലത് ഇൻഡിവിജ്വൽ ആയിരിക്കാം. ഓരോന്നിന്റെയും വെരിഫിക്കേഷൻ പ്രോസസ്സ് അതാത് ഡോക്യുമെന്റ്സ് അയച്ചു കൊടുക്കുമ്പോഴാണ് നടക്കുന്നത്. ഓൾറൈറ്റ്, സോ നൗ ലെറ്റ്സ് കം ടു ബിസിനസ് 360. അപ്പോൾ ബിസിനസ് 360-ൽ നമുക്ക് സ്ട്രൈപ്പ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പേയ്മെന്റ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഫീച്ചർ ഇതൊക്കെ കാണാം. നമുക്ക് ഇൻവോയ്സസ്, ഡോക്യുമെന്റ്സ്, ഓർഡേഴ്സ് ആൻഡ് എവറിത്തിങ്. സോ ഫസ്റ്റ് യു ഗോ ടു ഇന്റഗ്രേഷൻസ്. ഇന്റഗ്രേഷൻസിൽ ഇവിടെ മൾട്ടിപ്പിൾ പേയ്മെന്റ് ഗേറ്റ്വേസ് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. NMI, ഓതറൈസ്, ഇതൊക്കെ ഗ്ലോബൽ മാർക്കറ്റുള്ള സൊല്യൂഷൻസ് ആണ്. പേപാലൊക്കെ ഉണ്ട്. ബട്ട് അവർ സിസ്റ്റം വർക്ക്സ് വിത്ത് സ്ട്രൈപ്പ്. ഓക്കെ, സോ ഇന്ത്യൻ പേയ്മെന്റ് ഗേറ്റ്വേസും എല്ലാം ഇതിനകത്ത് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നാളെ നിങ്ങൾക്ക് റേസർ പേ, ഇൻസ്റ്റാമോജോ എല്ലാം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ റേസർ പേ ആയിരിക്കും ആദ്യം ഇന്ത്യയിൽ നിന്ന് വരാൻ പോകുന്ന പേയ്മെന്റ് ഗേറ്റ്വേ മോസ്റ്റ്ലി. സോ സ്ട്രൈപ്പ് ഇവിടെ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രൈപ്പ് കണക്ട് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ എളുപ്പമാണ്. നിങ്ങളിവിടെ ഈ ഒരു ഇന്റഗ്രേഷനിലേക്ക് വരിക. ഇവിടെ കണക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ കണക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ടേക്ക് യു ടു സ്ട്രൈപ്പ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ സ്ട്രൈപ്പിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം വേണം ഇവിടെ കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ട്രൈപ്പിന്റെ പേജ് ഓപ്പൺ ആവും. അപ്പോൾ അത് നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം ആ കമ്പനി സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇന്റഗ്രേഷൻ ആയി എന്നതിന്റെ തെളിവ് ഇവിടെ ഡിസ്കണക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരികയാണെങ്കിൽ ഓൾറെഡി കണക്ട് ആയി എന്നാണ് ഇതിന്റെ അർത്ഥം. റൈറ്റ്, ആഫ്റ്റർ ദാറ്റ് യു കം ടു ഇൻവോയ്സസ്. ലെറ്റ്സ് ഗോ ടു സെറ്റിംഗ്സ് ഫസ്റ്റ്. സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പോൾ ഓട്ടോമാറ്റിക് സെയിൽസ് റിസീപ്റ്റ് ഫോർ പേയ്മെന്റ്സ്. ഇപ്പൊ നിങ്ങൾക്ക് പേയ്മെന്റ് നടക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് കസ്റ്റമർക്ക് റിസീപ്റ്റ് അയക്കുന്ന, നോർമലി അറിയാലോ നമ്മൾ എപ്പോഴും പേയ്മെന്റ് കളക്ട് ചെയ്യുമ്പോൾ അതിനൊരു ബില്ല് റിസീപ്റ്റ് കൊടുക്കണം. അപ്പൊ അത് ഇവിടെ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് റിസീപ്റ്റ് അയച്ചു കൊടുക്കാം. ആരിൽ നിന്നാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ്, ഏത് ഇമെയിലിൽ നിന്നാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ഏതെങ്കിലും ഇമെയിൽ ആണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഇമെയിൽ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തിട്ട് ഇവിടെ കൊടുക്കാം. എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ നിങ്ങൾക്കൊരു പേയ്മെന്റ് ഈ സിസ്റ്റത്തിൽ റിസീവ് ആകുന്നോ അപ്പോഴെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന യൂസറിന്റെ പേരിൽ ഇമെയിൽ അഡ്രസ്സിൽ ആ റിസീപ്റ്റ് പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് കമ്പനിയുടെ പേര് കൊടുക്കണമെങ്കിൽ കമ്പനിയുടെ പേര് കൊടുക്കാം. ഞാനിവിടെ ബിസിനസ് സ്റ്റുഡിയോ എന്ന് കൊടുക്കുകയാണ്. ഫ്രം ഇമെയിൽ അഡ്രസ്. ഇനി എന്തെങ്കിലും നോട്ട്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോട്ട്സ് ആഡ് ചെയ്യാം. ആൻഡ് ക്ലിക്ക് സേവ്. ഓട്ടോമാറ്റിക് റിസീപ്റ്റ്. ഓക്കെ, ദെൻ ടാക്സസ്. ഇപ്പൊ നിങ്ങൾക്ക് ടാക്സസ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടാക്സ് ആഡ് ചെയ്യാം. മൾട്ടിപ്പിൾ എന്തെങ്കിലും ഏത് പേരിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ദർ ഇസ് നോ കണ്ടീഷൻസ് ടു ഇറ്റ്. ഓക്കെ, നൗ ഇൻ ഇന്ത്യ നമുക്ക് GST ആപ്ലിക്കബിൾ ആണ്. സോ വി പുട്ട് GST. ദെൻ കംസ് നോട്ടിഫിക്കേഷൻസ്. കസ്റ്റമർക്ക് നമുക്ക് ഫോളോ അപ്പിന് വേണ്ടിയിട്ട് അയക്കുന്ന ഫോളോ അപ്പ് ലിങ്ക്. ഇപ്പോൾ സെൻഡ് കസ്റ്റമർ വിത്ത് ലീവ് ചെക്ക്ഔട്ട് ബിഫോർ ദ ബൈ ദ ഐറ്റംസ്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കാർട്ടിൽ ആഡ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാതെ പോകും കസ്റ്റമേഴ്സ്. അപ്പോൾ പൊതുവെ പേയ്മെന്റ് ഗേറ്റ്വേസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ കസ്റ്റമർക്ക് ഒരു മെയിൽ അയക്കും അല്ലെങ്കിൽ മെസ്സേജ് അയക്കും, നിങ്ങൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഇമെയിൽ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം, ഫോളോ അപ്പ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് എപ്പോൾ അയക്കണം, 10 മണിക്കൂറിന് ശേഷമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യു ക്യാൻ സെൻഡ് ഇറ്റ് ലൈക്ക് ആഫ്റ്റർ 5 hours അല്ലെങ്കിൽ 4 hours. അവർ കാർട്ടിൽ ആഡ് ചെയ്തിട്ട് ചെക്ക്ഔട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ ആ മെയിൽ പോകുന്നുണ്ടായിരിക്കും. സോ ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ഫോളോയിങ് അപ്പ് ദ പീപ്പിൾ. ഷിപ്പിംഗ് ആൻഡ് ഡെലിവറി റിലേറ്റഡ് ആയിട്ടുള്ള
സോൺസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അത് ഇന്ത്യ ഇല്ല. It's not available. Yes, yes, India. India. സ്റ്റേറ്റ് അവൈലബിൾ അല്ല, ഇന്ത്യ മാത്രമാണ്, കൺട്രീസ് ആണ് അവൈലബിൾ. അപ്പൊ ഇവിടെ റേറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. സോ എൻ്റർ ദി റേറ്റ്. Charges for India delivery. Amount say 500. കണ്ടീഷണൽ പ്രൈസിങ് വേണമെങ്കിൽ കൊടുക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത്ര രൂപ മുതൽ ഇത്ര രൂപ വരെ പ്രൈസ് സെറ്റ് ചെയ്യാം. സോ മിനിമം പ്രൈസ് ഐ വിൽ സേ 50, മാക്സിമം പ്രൈസ് 500. ഇപ്പൊ നമ്മളിവിടെ ₹0 to 2,000 rupees. അതായത് 2,000 രൂപ വരെ ഉള്ള പർച്ചേസിന് 500 രൂപ ഷിപ്പിംഗ് ചാർജ്. അങ്ങനെയാണ് ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഇഫ് യു വാണ്ട് ടു ആഡ് ഇന്ത്യ ഷിപ്പിംഗ് amount 250, conversion price 2,000 to 5,000. ഇപ്പോൾ 2,000 മുതൽ 5,000 രൂപയാണ് കണ്ടീഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ആണ് അവരുടെ പർച്ചേസ് എന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഇസ് 250 ഓൺലി, 50% ഡിസ്കൗണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ഡിഫറെന്റ് ഷിപ്പിംഗ് റേറ്റ്സ് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് സെറ്റിംഗ്സിൽ വരുന്നത്. ഇനി നമുക്ക് ഇൻവോയ്സസിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ആഡ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് പ്രൊഡക്ട്സ്. ഓക്കെ, സോ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് ഇല്ലാതെ നമുക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എപ്പോഴും സ്റ്റെപ്പ് 1 ഒരു പേയ്മെന്റ് ഗേറ്റ്വേ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് സ്ട്രൈപ്പിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ സ്ട്രൈപ്പ് അക്കൗണ്ട് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ആയിട്ട് കണക്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഷോപ്പിഫൈ യൂസ് ചെയ്യുന്നുണ്ട്, ഷോപ്പിഫൈയിൽ സ്ട്രൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിഫൈയിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്ട്രൈപ്പിൽ ആ ഷോപ്പിഫൈ പ്രൊഡക്റ്റിന്റെ പ്രൈസിങ് അവിടെ ഓട്ടോമാറ്റിക്കലി ആഡ് ആകുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇപ്പൊ ഈ കാണുന്ന പ്രൈസ് എല്ലാം ഓൾറെഡി സ്ട്രൈപ്പിന്റെ അകത്ത് ഉള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ബിസിനസ് 360ലേക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 100 rupees per month CRM. Okay, setup fee 0. So setup fee. Okay. Import product and price. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഓൾറെഡി നമ്മളെ സ്ട്രൈപ്പിലുള്ള ഒരു അക്കൗണ്ടിനെ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ സിസ്റ്റത്തിലേക്ക് സിസ്റ്റത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റ് നമുക്ക് ഇൻവോയ്സസിൽ ഇൻസേർട്ട് ചെയ്യാനും അതുപോലെ നമുക്ക് അയച്ചു കൊടുക്കാനൊക്കെ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാനൊക്കെ സാധിക്കും എന്നുള്ളത്. സോ ഐ എം ഇമ്പോർട്ടിങ് ദാറ്റ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും സ്ട്രൈപ്പിൽ നിന്ന്. സോ എക്സിസ്റ്റിംഗ് ഇനി അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. സോ റെക്കറിങ് 100 മന്ത്ലി സോ സേവ് ഡൺ. സോ ഇനി നിങ്ങൾക്ക് പ്രൊഡക്ട്സിൽ ഇപ്പൊ CSV ഫയൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ ലൈക്ക് ഒരു കൊമേഴ്സ് പ്ലാറ്റ്ഫോം നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് അത് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് ആസ് CSV നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രൊഡക്ട്സ് ഓൺ ദി സിംഗിൾ ഗോ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നൗ ഐ ഗോ വിത്ത് ക്രിയേറ്റ് പ്രൊഡക്റ്റ്. ഒരു പുതിയ പ്രൊഡക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ സർവീസ് കൊടുക്കുന്ന ഒരു ആളാണെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് എ പ്രൊഡക്റ്റ് ലൈക്ക്. സോ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ പ്രൊഡക്റ്റ് ഹിയർ. സോ ഇറ്റ്സ് ഡിജിറ്റൽ growth partner package. ഓക്കെ, സോ ഇത് ഒരു പ്രൊഡക്റ്റിന്റെ പേരാണ്. സോ ഡിജിറ്റൽ ഗ്രോത്ത് പാർട്ട്ണർ പാക്കേജ് includes
lead generation campaigns, lead management service, WhatsApp follow-ups, automated, and growth monitoring on daily basis. All right. So, any media, നിങ്ങൾക്ക് അതിന്റെ ഇമേജ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. ആൻഡ് പ്രൊഡക്റ്റ് കളക്ഷൻ. ഇപ്പോൾ പ്രൊഡക്ട്സിനെ നമുക്ക് സെഗ്മെന്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഡിജിറ്റൽ പ്രൊഡക്ട്സ് ഒരു സെഗ്മെന്റ് ചെയ്യണം. അങ്ങനെയാണ് പ്രൊഡക്ട്സിന്റെ സെഗ്മെന്റ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ആഡ് ചെയ്യാം. സോ ഞാനൊരു കളക്ഷൻ ആഡ് ചെയ്യാണ്. സർവീസസ് എന്ന് പറഞ്ഞിട്ട് കളക്ഷൻ ആഡ് ചെയ്യാണ്. ഓക്കെ. എന്നിട്ട് ഞാൻ ഈ പ്രൊഡക്റ്റിനെ ഈ സർവീസസ് കാറ്റഗറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ സർവീസസ് എന്ന് പറയുന്ന എന്റെ കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ, സേ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് അതിനകത്ത് ലിസ്റ്റഡ് ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് ഡിസ്ക്രിപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് അയക്കുന്ന ഇൻവോയ്സസ് റിസീപ്റ്റിലൊക്കെ ഈ ഒരു പ്രൊഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും കീവേഡ് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് കീവേഡ് വെക്കാം. ഇപ്പോൾ കസ്റ്റമറിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾക്ക് ഈ പേയ്മെന്റ് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ you can put statement description. So service charge for service charge and limit and the number of letters is limited. So, it's no studio fee. Okay. ഇനി പേയ്മെന്റ് എങ്ങനെയാണ് വരുന്നത്? വൺ ടൈം ആണോ, റെക്കറിംഗ് ആണോ? സോ ഇറ്റ്സ് റെക്കറിംഗ് 12,000. ഓക്കെ. INR. Compare at price, not required. Billing period monthly, trial period no. Number of payments unlimited. Setup fee is 12,000. That is one time. ഇപ്പോൾ ഈ ഒരു പാക്കേജ് ഡിജിറ്റൽ ഗ്രോത്ത് പാർട്ട്ണർ എന്ന് പറയുന്ന പാക്കേജിന്റെ സെറ്റപ്പ് ചാർജ് വന്നിട്ട് 12,000 rupees ആണ്. അതിനുശേഷം മന്ത്ലി 12,000 റെക്കറിംഗ് ആണ്. സോ ഇതാണ് പ്രൊഡക്റ്റ്. ഓക്കെ. ഇനി ഇതിനകത്ത് പ്രൈസ് ഡിസ്ക്രിപ്ഷൻ, ഡിജിറ്റൽ ഗ്രോത്ത് പാർട്ട്ണർ മന്ത്ലി പാക്കേജ് വിത്ത് വൺ ടൈം സെറ്റപ്പ് കോസ്റ്റ്. ഇനി ഇതേ പ്രൊഡക്റ്റിന് തന്നെ വേറൊരു പ്രൈസിങ് നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, സോ സംടൈംസ് വാട്ട് ഹാപ്പൻസ്, നമുക്ക് ഒരു പ്രൊഡക്റ്റിന് തന്നെ മൾട്ടിപ്പിൾ പ്രൈസിങ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇതേ 12,000 വി ക്യാൻ സേവ് 3,000 പെർ മന്ത്. സോ ഇറ്റ് ഓൾസോ ഈസ് 12,000. ഓക്കെ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. സോ ഹൗവർ യു വാണ്ട് ടു പുട്ട് പ്രൈസിങ് ഫോർ യുവർ പ്രോഡക്റ്റ്, യു ക്യാൻ ആഡ്. ഒരു പ്രൊഡക്റ്റിന് തന്നെ ഇപ്പൊ മൾട്ടിപ്പിൾ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ വേസ് യു ആർ കളക്ടിങ് മണി. സോ യു ക്യാൻ ഡു ദാറ്റ്. ഇനി വൺ ടൈം കോസ്റ്റ്, ഇപ്പൊ ഒരു വർഷത്തേക്ക് ഒരാൾ പേയ്മെന്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് സ്ട്രേറ്റ് ഡിസ്കൗണ്ട് പ്രൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇറ്റ്സ് ബിഗർ എമൗണ്ട്, ബട്ട് കളക്റ്റീവ്ലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് കുറവായിരിക്കും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ സേഫ്. സോ നമ്മൾ പ്രൊഡക്റ്റ് ഇവിടെ സേവ് ചെയ്തു. ഇനി ഇതിന്റെ വേരിയൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. സോ നോട്ട് റിക്വയർഡ്. സോ നൗ ഇതിവിടെ സിങ്ക് വിത്ത് സ്ട്രൈപ്പ് എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് നമ്മളുടെ സ്ട്രൈപ്പിലേക്ക് സിങ്ക് ആവും. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു സ്ട്രൈപ്പിൽ നിന്ന് ഇങ്ങോട്ട് പ്രൊഡക്റ്റ് സിങ്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതുപോലെ നമ്മുടെ CRM ബിസിനസ് 360യിൽ നിന്ന് സ്ട്രൈപ്പിലേക്കും പ്രൊഡക്റ്റ് സിങ്ക് ചെയ്യാൻ പറ്റും. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ സ്ട്രൈപ്പ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അവിടെയും ഷോ ചെയ്യിക്കാൻ പറ്റും. സ്ട്രൈപ്പിൽ പോയിട്ടും ഇതേ പ്രൊഡക്റ്റിന്റെ പേയ്മെന്റ് ലിങ്കുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മുടെ ബിസിനസ് 360യും സ്ട്രൈപ്പും ഇന്റർ കണക്റ്റഡ് ആണ്. ഇവിടെ പേയ്മെന്റ് വന്നാലും അവിടെ പേയ്മെന്റ് വന്നാലും വി ക്യാൻ നോ ഈച്ച് അതർ. ഓക്കെ. ദാറ്റ്സ് ദ പവർ ഓഫ് ഇന്റഗ്രേഷൻസ്. then products. So ഇങ്ങനെയാണ് നമ്മൾ പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. കളക്ഷൻസ് നമ്മൾ കണ്ടു. എങ്ങനെയാണ് കളക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടു. സോ ഇവിടെ നമുക്ക് സോ സർവീസസിന് മേലെ നമുക്ക് കോഴ്സസ് കൊടുക്കാം. Then we can create another collection called
digital tools, മൾട്ടിപ്പിൾ കളക്ഷൻ ആണ് ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന പല പ്രൊഡക്റ്റും ഇപ്പൊ കോഴ്സസ് ഉണ്ട്, സർവീസസ് ഉണ്ട്, ഡിജിറ്റൽ ടൂൾസ് ഉണ്ട്, അതൊക്കെ ഈ ഓരോ കളക്ഷനിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നൗ കംസ് ദ ഡോക്യുമെന്റ്സ് ആൻഡ് കോൺട്രാക്ട്സ്. ഈ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പല ടൈപ്പ് ഡോക്യുമെന്റ്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്കൊരു പ്രൊപ്പോസൽ ക്രിയേറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ബിസിനസ് 360 യൂസ് ചെയ്തിട്ട് പ്രൊപ്പോസൽ ക്രിയേറ്റ് ചെയ്യാം. So I'll just show you how to create a proposal. So say okay. പ്രൊപ്പോസൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആണ്, വളരെ ഇന്റലിജന്റ് ആണ്. നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. സോ ഇവിടെ ഇഫ് യു വാണ്ട് ടു ആഡ് ടെക്സ്റ്റ് ഹെഡിങ്, then you can add image. സോ ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇമേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ എൻ്റെ സെറ്റിംഗ്സ് ഉണ്ട്. സോ യു ക്യാൻ ഇൻസേർട്ട് ആൻ ഇമേജ്. സോ I'll use something. Okay. Then you can embed video. ഇപ്പൊ നിങ്ങളുടെ പ്രൊപ്പോസലിൽ വീഡിയോ എംബഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ എംബഡ്. സോ മേ ബി ഒരു വളരെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ടേബിൾസ് വേണമെങ്കിൽ ടേബിൾസ് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പ്രൈസിങ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ്, serial number, activities, you can include that here. Okay, a lead generation to lead management. So like this you can insert tables. Then you have product list. Okay, so product list in advantage എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇവിടുന്ന് പിക്ക് ചെയ്യാം. ഇപ്പൊ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരുന്നു, അവിടെ നിന്ന് നമ്മൾ കണ്ടിരുന്നു, അതായത് എങ്ങനെയാണ് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഇമ്പോർട്ട് ദാറ്റ്. സോ ഇവിടെ പോയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഡിജിറ്റൽ ഗ്രോത്ത് പാർട്ണർ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ആഡ് ദി പ്രൊഡക്റ്റ്. നൗ യു സീ പ്രൊഡക്റ്റ് നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ നമ്മളെ പ്രൊഡക്റ്റ് വന്നു പ്രൊപ്പോസലിൽ. സോ ഐ ഡിലീറ്റ് ദിസ് ഇമേജ്. Here is the pricing for our services. ഓക്കെ, അപ്പൊ പ്രൊഡക്റ്റ് ഇവിടെ ആഡ് ചെയ്ത് ഈ പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗീവ് എ ഡിസ്കൗണ്ട് ഹിയർ. സോ ഐ 2000 rupees ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പ്രൈസിങ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ചേഞ്ച് ആയി. അപ്പോൾ പ്രൊപ്പോസൽ അയക്കുമ്പോൾ അതിവിടെ നിങ്ങൾ അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രൈസിങ് അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഇഫ് യു വാണ്ട് ടു ആഡ് another product you can add. അത് ആഡ് ചെയ്തിട്ട് ഇവിടെ വരും. സോ എത്ര പ്രൊഡക്റ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാം നിങ്ങൾക്ക് പ്രൊപ്പോസലിൽ. ദെൻ പേജ് ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ പേജ് ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് യു ക്യാൻ കണ്ടിന്യൂ വിത്ത് അതർ തിങ്സ്, അതർ സെഷൻ. ഇനി കസ്റ്റമർക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഫീൽഡുകൾ. ഇപ്പൊ പ്രൊപ്പോസൽ അയക്കുന്ന സമയത്ത് യു വാണ്ട് ദ കസ്റ്റമർ ടു സൈൻ ആൻഡ് സെൻഡ് ഇറ്റ് ബാക്ക്. പൊതുവെ നമ്മൾ അങ്ങനെയാണല്ലോ, പ്രൊപ്പോസൽ അയച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ അത് നമുക്ക് സൈൻ ചെയ്തിട്ട് അയച്ചു തരണം. സോ യു ക്യാൻ ഇൻസേർട്ട് എ സിഗ്നേച്ചർ കോളം ഹിയർ. Then you can give the name. Then you can give date. പൊതുവെ നമ്മൾ സൈൻ ചെയ്യുന്ന ഒരു പാറ്റേൺ ഇങ്ങനെയാണ്, സൈനും പേരും ഡേറ്റും. സോ വിൽ ഡിലീറ്റ് ദിസ്. ഡൺ ആൻഡ് സേവ്. ഇതിന്റെ പ്രിവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് പോകാന്നുള്ളത്. അപ്പൊ ഈ ലിങ്ക് അയച്ചു കൊടുത്താലും ഇറ്റ് വിൽ ഫംഗ്ഷൻ ലൈക്ക് എ പ്രൊപ്പോസൽ. കണ്ടോ, ഈ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഷെയർ എന്ന് പറഞ്ഞാൽ ഇവിടെ കസ്റ്റമർ ആർക്കാണോ അയക്കുന്നത് അവരുടെ സിഗ്നേച്ചർ, അവരുടെ പേര്, ഡേറ്റ് ഇവിടെ വരും. അപ്പോൾ ആ പ്രൊപ്പോസൽ അവരെ അപ്രൂവ് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, നൗ ഇഫ് യു വാണ്ട് ടു സെൻഡ് ഇറ്റ്. ഓക്കെ, ഓ സോറി, അപ്പൊ ഇവിടെ മിസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം മിസ് ചെയ്തു.
റിസിപ്പിയന്റ്, ആർക്കാണ് നമ്മൾ ഇത് അയക്കുന്നത് എന്ന് ഇവിടെ മിസ് ചെയ്തു. സോ കസ്റ്റമറെ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ കസ്റ്റമറെ ഇവിടെ സെലക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ CRM-ൽ നമുക്ക് ഡാറ്റ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കസ്റ്റമറെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഈ കസ്റ്റമറെ സെലക്ട് ചെയ്തു. അപ്പോൾ ഇനി അതിനുശേഷം സെൻഡ് വയ ഇമെയിൽ ഓർ സെൻഡ് വയ ലിങ്ക്. അപ്പോൾ ഈ ലിങ്ക് വേണമെങ്കിൽ നമുക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ലിങ്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ലിങ്ക് കോപ്പി ചെയ്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് അഗെയിൻ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊപ്പോസൽ കാണാൻ പറ്റും. പ്രൊപ്പോസൽ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അയാൾക്ക് ഇവിടെ സിഗ്നേച്ചർ സൈൻ ചെയ്യാം. ഓക്കെ, പേര് കൊടുക്കാം, ഡേറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ അയക്കുന്ന പ്രൊപ്പോസൽ കസ്റ്റമർ സൈൻ ചെയ്ത് പേരും ഡേറ്റും വെച്ചിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഫിനിഷ്. ഓക്കെ, സോ അപ്പോൾ ഈ പ്രൊപ്പോസൽ കസ്റ്റമർ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ക്ലോസ് ഇറ്റ്. ഇനി ഇതിനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ആസ് എ PDF ഓൾസോ. അപ്പോൾ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അറ്റാച്ച് ചെയ്ത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഷെയർ ചെയ്യാം. സോ ഇതൊരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇങ്ങനെയുള്ള പ്രൊപ്പോസൽസ് ഒന്നും ചിലപ്പോൾ നിങ്ങൾ നോർമലി കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ പലപ്പോഴും വേർഡ് ഡോക്യുമെന്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ക്യാൻവ എടുത്തിട്ടൊക്കെയാണ് പ്രൊപ്പോസൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഹിയർ യു ക്യാൻ മേക്ക് ബ്യൂട്ടിഫുൾ സ്മാർട്ട് പ്രൊപ്പോസൽസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്തപ്പോൾ നോക്കൂ ഇവിടെ ഇത് ഡീറ്റെയിൽസ് കറക്റ്റ് നമ്മൾ കൊടുത്ത പോലെ പ്രൊപ്പോസലിൽ സൈൻ ചെയ്ത് കിട്ടി. സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആരാണോ സൈൻ ചെയ്യുന്നത് അതിന്റെ പ്രൂഫാണ് എന്ന് എവിടെ വെച്ച് സൈൻ ചെയ്തു എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. എവിടെ വെച്ച്, ഏത് IP അഡ്രസ്, ഏത് മെഷീനിൽ നിന്ന് എപ്പോൾ കണ്ടു, എപ്പോൾ സൈൻ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഓക്കെ, സോ ദിസ് മേക്സ് പ്രൊപ്പോസൽ വെരി ലെജിറ്റിമേറ്റ് ഡോക്യുമെന്റ്. വളരെ പ്രൂഫായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് ആയിട്ട് മാറണം. ദെൻ ഗോ ബാക്ക്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് പ്രൊപ്പോസൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഇനി ഇതേപോലെ നമ്മൾ ഇപ്പൊ നിങ്ങൾ ഒരു പ്രൊപ്പോസൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്താ പറയുന്നത്, ഒരുപാട് പ്രൊപ്പോസൽസ് അയക്കേണ്ട സിനാരിയോ വരുന്ന സമയത്ത് യു ക്യാൻ ഡിസൈൻ വൺ ആൻഡ് മേക്ക് ഇറ്റ് ആസ് എ ടെംപ്ലേറ്റ്. അപ്പൊ ടെംപ്ലേറ്റ് ആയി കഴിഞ്ഞാൽ you can import from templates. Okay, ഇവിടെയും ഡോക്യുമെന്റ്സ് റിസീവ്, ഡോക്യുമെന്റ് സൈൻഡ്, ഇതിന്റെയൊക്കെ ഡിഫോൾട്ട് ഇമെയിൽ ടെംപ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ടീം നോട്ടിഫിക്കേഷൻസ്, ഡോക്യുമെന്റ് സൈൻ ചെയ്യുമ്പോൾ നോട്ടിഫൈ ചെയ്യേണ്ട ഡീറ്റെയിൽസും ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ സെൻഡ് ഇൻവോയ്സസ് ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ ഡോക്യുമെന്റ് കംപ്ലീഷൻ. ഇതും അഗൈൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. കാരണം നമ്മുടെ കസ്റ്റമർ നോർമലി നമ്മളുടെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രൊപ്പോസൽ അയക്കും, കസ്റ്റമർ അത് ആക്സെപ്റ്റ് ചെയ്യും. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇൻവോയ്സ് പോയി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഇൻവോയ്സിങ് ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് വേറെ ഇൻവോയ്സ് ആയിട്ട് അയക്കേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി ഇൻവോയ്സ് ജനറേറ്റ് ആയിട്ട് അത് പൊക്കോളും. ഓക്കെ, ഓക്കെ, സോ ഇതാണ് ഡോക്യുമെന്റ്സ് ആൻഡ് കോൺട്രാക്ട്സിൽ വരുന്ന വെരി പവർഫുൾ തിങ്. നിങ്ങളുടെ ബിസിനസ്സിൽ ഒരുപാട് എന്താ പറയുന്നത്, എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താൻ ഇത് യൂസ്ഫുൾ ആണ്. ഇപ്പോൾ കംപ്ലീറ്റഡിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ഡെമോ പ്രൊപ്പോസൽ വിച്ച് ഇസ് കംപ്ലീറ്റഡ്, വെയിറ്റിംഗ് ഫോർ അതേഴ്സ്. നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതിന് അയച്ചു കൊടുത്തു, പക്ഷെ റെസ്പോൺസ് കിട്ടിയിട്ടില്ല. അത് ഇവിടെ വെയിറ്റിംഗ് ഫോർ അതേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ ഡ്രാഫ്റ്റ്. ഓക്കെ, then go to invoices. So let's go to all invoices. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പ്രൊപ്പോസലിന്റെ ഒരു ഇൻവോയ്സ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻവോയ്സ് അയക്കുന്ന ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇത് പോയില്ല, ഇറ്റ്സ് സ്റ്റിൽ ഇൻ ഡ്രാഫ്റ്റ്. പക്ഷെ അത് ഇനേബിൾ ചെയ്തുകൊണ്ട് ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ ഒരു പ്രൊപ്പോസൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻവോയ്സ് പോകുന്നുണ്ടായിരിക്കും. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇൻവോയ്സ്. So my details are the client detail is the invoice number, issue date. Beautiful.
നമ്മൾ എങ്ങനെയാണോ പ്രപ്പോസൽ അയച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ ഇൻവോയ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഇൻവോയ്സ് നമ്മൾ കസ്റ്റമർക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിവിടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു, ഇമെയിൽ ആൻഡ് ടെക്സ്റ്റ് സെൻഡ് ഇൻവോയ്സ്. അപ്പൊ ഈ ഇൻവോയ്സ് കസ്റ്റമർക്ക് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് അവർക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്താൽ മതി. കണ്ടോ, അത് പോയി, ഇറ്റ്സ് ഡ്യൂ ഇൻ 15 days. സോ എത്ര പെട്ടെന്ന് ഇപ്പൊ അങ്ങനെ പ്രൊപ്പോസൽസ് നമ്മൾ ടെംപ്ലേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് നിങ്ങളുടെ ബിസിനസ്സിലെ പ്രോസസ്സുകൾ നടക്കുന്നത്. വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് യു ക്യാൻ ക്രിയേറ്റ് എ പ്രൊപ്പോസൽ ആൻഡ് സെൻഡ്, ആൻഡ് യു ക്യാൻ ഈവൻ സെൻഡ് ഇൻവോയ്സ് വെരി ഇൻ വെരി ലെസ് ടൈം. ഓക്കെ, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ദെൻ റെക്കറിംഗ് ഇൻവോയ്സസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ റെക്കറിംഗ് ഇൻവോയ്സസ് ക്രിയേറ്റ് ചെയ്യാം നിങ്ങൾക്ക്. റെക്കറിംഗ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ന്യൂ ഇൻവോയ്സിൽ പോകുമ്പോൾ യു വിൽ ഗെറ്റ് 2 ഓപ്ഷൻസ്, റെക്കറിംഗ് ഇൻവോയ്സ്, ന്യൂ ഇൻവോയ്സ്. റെക്കറിംഗ് ഇൻവോയ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി, ഫസ്റ്റ് ഓഫ് എവറി മന്ത്. ഇപ്പൊ ഞാനിവിടെ സെലക്ട് ചെയ്യുന്ന എല്ലാ മാസവും ആദ്യത്തെ മൺഡേ എവറി മന്ത്ലി, എവറി മന്ത് ഓഫ് എവറി 1 month എന്ന് പറഞ്ഞാൽ എവറി മന്ത് മൺഡേ, ഫസ്റ്റ് മൺഡേ ഈ ഇൻവോയ്സ് പോകും. അപ്പൊ എല്ലാ മാസവും തുടങ്ങി ആദ്യത്തെ തിങ്കളാഴ്ച ഈ റെക്കറിംഗ് ഇൻവോയ്സ് അവർക്ക് പോകും. സ്റ്റാർട്ട് ഡേറ്റ് ഫ്രം May 1st, end by say December. അപ്പോ സെൻഡ് 2 days in advance. അപ്പൊ എപ്പോഴും നമ്മൾ റെക്കറിംഗ് ഇൻവോയ്സ് അയക്കുന്ന സിനാരിയോയിലെല്ലാം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മാസവും ഇൻവോയ്സ് അയക്കേണ്ടി വരും. എന്നാൽ അത് പേയ്മെന്റ് ഡ്യൂ ഡേറ്റിൽ അയച്ചിട്ട് കാര്യമില്ല, ഒരു 2 ദിവസം മുന്നെങ്കിലും അയക്കണം. അപ്പൊ അത് നമുക്ക് ഇവിടെ അയക്കാനായിട്ട് സാധിക്കും. ഏത് ദിവസം അയക്കണം, ഇപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ക്ലയന്റിന് വേണ്ടിയിട്ടാണ് റെക്കറിംഗ് ഇൻവോയ്സ് അയക്കേണ്ടത്. അപ്പൊ ഏത് ദിവസമാണ് അദ്ദേഹത്തിന്റെ ഡ്യൂ വരുന്നത്, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ അയക്കാം. പെർട്ടിക്കുലർ ഡേ, ഓക്കെ, ഇന്ന ഡേറ്റിൽ ഇന്ന ഡേറ്റ് വരെ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ അയക്കാം. റെക്കറിംഗ് ടെംപ്ലേറ്റ് ആർക്ക്, ഏത് ക്ലയന്റിന്, അപ്പൊ ക്ലയന്റിന്റെ പേര് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. സോ എനിവൺ, ലൈക്ക് യു ടേക്ക് എനി ക്ലയന്റ്. ക്ലയന്റിന് ഇമ്പോർട്ട് ചെയ്തു, പ്രൊഡക്റ്റ് നമ്മൾ കണ്ടു എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നുള്ളത്, പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്തു. Then if you want to add discount, you add discount. Okay, and terms and conditions, your payment terms and conditions താഴെ ആഡ് ചെയ്യാം. അതിനുശേഷം you can save and even schedule. നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് എല്ലാ മാസവും പോകുന്നുണ്ടായിരിക്കും. സോ മന്ത്ലി ഡേറ്റ് ഫസ്റ്റ് ഓഫ് എവറി മന്ത്, എല്ലാ 1ാം തീയതിയുമാണ് ഇത് അയക്കേണ്ടത്. സോ ലെറ്റ്സ് സേവ് ഇറ്റ്. നമ്മൾ ഇത് ഡെമോ സേവ് ചെയ്തു. ഇനി ഇത് നമ്മൾ ഇവിടുന്ന് ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ ഈ കസ്റ്റമർക്ക് പോകും. സോ ഞാനത് ഷെഡ്യൂൾ ചെയ്യുന്നില്ല, ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് പോവും. അല്ലെങ്കിൽ let me change the user. ക്ലയന്റിനെ ആഡ് ചെയ്തു, സേവ്. ഷെഡ്യൂൾ. ഇതിന്റെ ഒരു പവർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് add another user. I want to show you something. So
നമുക്ക് ഇവരുടെ കാർഡ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ആഡ് ദെയർ കാർഡ്. അപ്പോൾ ഇനേബിൾ ഓട്ടോ പേയ്മെന്റ് നമ്മൾ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ കാർഡിൽ നിന്ന് ആ എമൗണ്ട് ഡിഡക്റ്റ് ആവും. സോ ലെറ്റ് മീ ലുക്ക് ഫോർ എ ക്ലയന്റ് ഹു ഹാസ് എ കാർഡ്. ഓക്കെ, കാർഡ് സേവ് ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പേയ്മെന്റ് എപ്പോഴെങ്കിലും കളക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കസ്റ്റമറിന്റെ കാർഡ് അവർ യൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പുതിയ കാർഡ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കാർഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. സോ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഷെഡ്യൂൾ ചെയ്യുന്ന റെക്കറിങ് ഇൻവോയ്സ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് പോരും, ആ കാർഡിൽ നിന്ന് പോരും. അപ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റെക്കറിങ് ആയിട്ട് നമ്മൾ ഈ അവരെ കസ്റ്റമറെ വിളിച്ച് ശല്യം ചെയ്യേണ്ട എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, സോ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഫീച്ചർ, വെരി പവർഫുൾ ഫീച്ചർ. അതാണ് റെക്കറിങ് ടെംപ്ലേറ്റ്സിന്റെ അഡ്വാൻറ്റേജ്. ദെൻ വി ഹാവ് ഓർഡേഴ്സ്. നമുക്ക് വരുന്ന പേയ്മെന്റ് ഡീറ്റെയിൽസും ഓർഡർ, പ്രൊഡക്റ്റിന്റെ ഓർഡർ അല്ല, ഇപ്പൊ ഇ കൊമേഴ്സ് പോലെ നമ്മൾ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓർഡർ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി ചെക്ക്ഔട്ടിൽ വന്നിട്ട് പേയ്മെന്റ് ചെയ്യാതെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ കാർട്ടിൽ ആഡ് ചെയ്തു ചെക്ക്ഔട്ട് ചെയ്തില്ല, അങ്ങനെയുള്ള ആൾക്കാരെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇറ്റ്സ് അഗെയിൻ വെരി പവർഫുൾ. അപ്പോൾ ഒരു ഇ കൊമേഴ്സ് റൺ ചെയ്യണമെങ്കിൽ ദിസ് പ്ലാറ്റ്ഫോം ഈസ് ഇനഫ് ടു റൺ യുവർ ഇ കൊമേഴ്സ്. ഏതെങ്കിലും കസ്റ്റമർ സബ്സ്ക്രിപ്ഷൻ, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സബ്സ്ക്രിപ്ഷൻ ബിസിനസ്, ഐ മീൻ റെക്കറിങ് പേയ്മെന്റ് കളക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി ഒരു കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് പേയ്മെന്റ് കളക്ട് ചെയ്യാനായിട്ട് പേയ്മെന്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. യു ക്യാൻ സെലക്ട്. ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് പേയ്മെന്റ് ചെയ്യണം, അപ്പോൾ അയാൾക്ക് കാർഡ് യൂസ് ചെയ്യണം, ക്രെഡിറ്റ് കാർഡാണ്, അപ്പോൾ അയാളുടെ ബാങ്കിൽ കാശില്ല, അപ്പോൾ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ സെൻഡ് ദീസ് ഡീറ്റെയിൽസ്. ഓക്കെ, ഒരു ഈസി ആയിട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലിങ്ക് കിട്ടും. ആ ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെ ഒരു വിൻഡോ വരും. സോ ലെറ്റ്സ് ഹാവ് എ പ്രിവ്യൂ. ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ കസ്റ്റമർക്ക് അവരുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് അവരുടെ പേഴ്സണൽ കോൺടാക്ട് ഡീറ്റെയിൽസും ഷിപ്പിംഗ് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. അവർക്ക് നമുക്ക് പേയ്മെന്റ് കളക്ട് ചെയ്യാൻ പറ്റും. അവരെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ പേയ്മെന്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഇതാണ് അതിന്റെ ലിങ്ക്. ഇപ്പൊ ലിങ്ക് അയക്കണമെങ്കിൽ ഈ ലിങ്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് കോപ്പി ചെയ്യാം. സോ ഫ്രം ലൈക്ക് ദിസ്. യൂഷ്വലി ഇത്ര ടൈം എടുക്കാറില്ല, അത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്യുന്നത് തന്നെയാണ്. സോ ടൈം എടുക്കും. നമുക്ക് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ട്രാൻസാക്ഷൻസ്. എല്ലാ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് പേയ്മെന്റ് വ്യൂ ട്രാൻസാക്ഷൻസ് എന്ന് വന്നു, എങ്ങനെ വന്നു, നിങ്ങൾക്ക് മാനുവലി പേയ്മെന്റ് റെക്കോർഡ് ചെയ്യാം. ഇപ്പൊ ഇൻവോയ്സ് നമ്മൾ അയക്കുന്ന സമയത്ത് പേയ്മെന്റ് ഇപ്പോ എല്ലാ പേയ്മെന്റും ഇപ്പൊ ഇവിടെ 1000 rupees നമ്മൾ ഇൻവോയ്സ് അയച്ചു, പക്ഷെ പേയ്മെന്റ് വന്നിട്ടില്ല. ഇൻ ദാറ്റ് കേസ് പേയ്മെന്റ് വന്നു, മാനുവൽ ആയിട്ടാണ് വന്നു, ഗൂഗിൾ പേ ആയിട്ട് വന്നു, അല്ലെങ്കിൽ അക്കൗണ്ടിൽ വന്നു. അപ്പൊ ഈ ഇൻവോയ്സിന്റെ ലിങ്ക് വെച്ചിട്ടല്ല അവർ പേയ്മെന്റ് ചെയ്ത്. അവിടെ നിങ്ങൾക്ക് പേയ്മെന്റ് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, റെക്കോർഡ് പേയ്മെന്റ് എങ്ങനെയാണ് പേയ്മെന്റ് വന്നത്, കാർഡ് വഴിയാണോ മാനുവലി ആണോ? ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ മാനുവലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ആണോ, ഐ മീൻ ബാങ്ക് ട്രാൻസ്ഫർ ആണോ, എങ്ങനെയാണെന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പൊ അതർ കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സേ ജിപേ. അങ്ങനെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് യു ഹാവ് റെക്കോർഡഡ് ദ പേയ്മെന്റ്. അപ്പോൾ ഇവിടെ ഈ ഓവർ ഡ്യൂ എന്ന് കാണിക്കുന്നതെല്ലാം പേയ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ അതെല്ലാം നമുക്ക് ഇവിടെ ട്രാൻസാക്ഷൻസിൽ കാണാനും പറ്റും. എങ്ങനെയാണ് പേയ്മെന്റ് വന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാനായിട്ട് സാധിക്കും. സോ എമൗണ്ട് വന്നതും പോയതും ഇവിടെ കാണാം. അത് കൂടാതെ നിങ്ങൾക്ക് റീഫണ്ട് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ റീഫണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ പേയ്മെന്റ് കളക്ട് ചെയ്ത് കസ്റ്റമർ ഇപ്പോൾ റീഫണ്ട് ചോദിക്കുകയാണ്, യു ക്യാൻ റീഫണ്ട് ഫ്രം ഹിയർ. ദെൻ പ്രൊഡക്ട്സ് നമ്മൾ കണ്ടു. ദെൻ കംസ് കൂപ്പൺസ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു കസ്റ്റമർക്ക് പേയ്മെന്റ് ചെയ്യാൻ സമയത്ത് ഇപ്പൊ ഒരു കൂപ്പൺ, എൻ്റർ കൂപ്പൺ കോഡ്,
DEMR, coupon type, percentage 25. എന്ന് മുതൽ എന്ന് വരെ. ഇപ്പൊ വിഷു ഓഫർ നിങ്ങൾക്ക് കൊടുക്കണം, ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെ. യു ക്യാൻ ഗീവ് ഇറ്റ്. ഓക്കെ. ലിമിറ്റ് ദി ടോട്ടൽ നമ്പർ. ഇപ്പൊ നിങ്ങൾക്ക് 100 പേർക്ക് മാത്രമേ, ആദ്യത്തെ 100 പേർക്കാണ് ഈ കൂപ്പൺ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. യു ക്യാൻ ലിമിറ്റ് ഇറ്റ്. ചില പ്രൊഡക്റ്റിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു പ്രൊഡക്റ്റിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെ വേണമെങ്കിൽ വെക്കാം. ലിമിറ്റ് ദ യൂസ് പെർ കസ്റ്റമർ, അതായത് ഒരു കസ്റ്റമർക്ക് ഒരിക്കലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു കൂപ്പൺ കോഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ഇത്ര പേയ്മെന്റ് വരുന്നത് വരെ ഒരാൾക്ക് ഒരു അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂപ്പൺ കോഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ഗീവ് ഡിസ്കൗണ്ട്സ് ആൻഡ് ഓക്കെ, മാർക്കറ്റിങ്ങിന് ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് കൂപ്പൺസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന നല്ലൊരു മെത്തേഡാണ്. പലപ്പോഴും ഡിസ്കൗണ്ടഡ് കൂപ്പൺസ് കൊടുത്തിട്ട് സെയിൽസ് കൊണ്ടുവരുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിന് വേണ്ടുന്ന എൻറ്റയർ പേയ്മെന്റ് മാനേജ്മെന്റ് സിസ്റ്റം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ബിസിനസ് 360 അവൈലബിൾ ആണ്. നിങ്ങളുടെ എന്ത് ബിസിനസ്സും ആയിക്കൊള്ളട്ടെ, പേയ്മെന്റ് കളക്ട് ചെയ്യുന്ന പ്രോസസ്സ്, റെക്കറിങ് സബ്സ്ക്രിപ്ഷൻ, പേയ്മെന്റ് ലിങ്കുകൾ, ഇതിനൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇപ്പോൾ നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊപ്പോസൽ അയക്കുന്ന പ്രോസസ്സ് തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഭയങ്കര ഇംപ്രസ്ഡ് ആയിരിക്കും ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഓൾറൈറ്റ്. സോ എന്തായാലും നിങ്ങൾ ഇത് വളരെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുക. എന്തായാലും നിങ്ങളുടെ സ്ട്രൈപ്പ് അക്കൗണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത്, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന അക്കൗണ്ട് ഈസ് ഫുൾ ഓഫ് എക്സ്പെരിമെന്റ്സ്. ഇപ്പോൾ ഈ ട്രെയിനിങ്സ് എല്ലാം കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ആയതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് ഡെമോ ഡാറ്റ കിടക്കുന്നുണ്ട്, ഡമ്മി ഡാറ്റ. But in your case, you can add the real products and the customers and everything, and it works very beautiful. Okay. And എല്ലാ ട്രാൻസാക്ഷൻസും നടക്കുന്നതിനനുസരിച്ച്, കൺവേർട്ട് ആകുന്നതിനനുസരിച്ച് you can see in the dashboard നിങ്ങളുടെ ഏർണിങ്സ് എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ. എത്ര ഇൻവോയ്സസ് അയച്ചു, എത്ര ഡ്യൂ ഉണ്ട്, എത്ര റിസീവ് ചെയ്തു, എത്ര ഇൻവോയ്സ് ഡ്യൂ ഉണ്ട്, ഇങ്ങനെ ടോട്ടൽ ഒരു ഏർണിങ്സ് നിങ്ങളുടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ. So it's an excellent product. Use it. All right, so we'll see in the next session.